ദൈവത്തിന് വേറെ ദൈവമുണ്ടോ? ഇല്ലല്ലോ. ദൈവം വേറെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പം ദൈവം വിശ്വാസിയല്ല. ദൈവം ഒരു നാസ്തികനാണ്. നാസ്തികനായ ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം ഒരു നിരീശ്വരവാദിയാണ് എന്ന വാദം ഒരു കാറ്റഗറി എററാണ്, ഒരു ഫാലസിയാണ്. കാരണം നിരീശ്വരവാദം എന്നത് തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത ഒരവസ്ഥയല്ല, മറിച്ച് ദൈവം എന്ന സത്തയേ ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ദൈവം ഒരു നിരീശ്വരവാദി ആകണമെങ്കിൽ അവിടുന്ന് സ്വന്തം നിലനിൽപ്പിനെ തന്നെ നിഷേധിക്കേണ്ടി വരും. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. മാത്രമല്ല മറ്റൊരു ഫാലസി കൂടി ഇവിടെയുണ്ട്, അതായത് ഫാൾസ് ഡിലിമ. ഒന്നെങ്കിൽ വിശ്വാസി അല്ലെങ്കിൽ നാസ്തികൻ എന്നതാണ് നിങ്ങളുടെ ഡിലിമ. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. എന്നാൽ ദൈവത്തിന് അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഹീസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരു വിശ്വാസി എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല, ശരിയാണ്. അതുകൊണ്ട് ഇനി നാസ്തികൻ എന്നൊരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ? അല്ല, ഹീസ് ഗോഡ്. C.S. ലൂയിസിനെ പോലെയുള്ള ചിന്തകർ നിരീക്ഷിച്ചതുപോലെ മനുഷ്യർക്ക് വിശ്വാസം ആവശ്യമായി വരുന്നത് പൂർണ്ണമായ അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവം എല്ലാ അറിവിൻ്റെയും ഉറവിടമായതുകൊണ്ട് ദൈവത്തിന് വിശ്വാസമല്ല, മറിച്ച് പരിപൂർണമായ അറിവാണുള്ളത്, പ്യുവർ നോളജ്. ചുരുക്കത്തിൽ ദൈവത്തിന് മുകളിൽ മറ്റൊരു ദൈവമില്ല എന്നത് അവിടുത്തെ നിരീശ്വരവാദിയാക്കുന്നില്ല, നാസ്തികനാക്കുന്നില്ല, മറിച്ച് അവിടുന്ന് സകലത്തിൻ്റെയും ആധാരമായ പരമമായ സത്യമാണ്, ഇത് നെസസറി ബീയിങ് എന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ മനസ്സിലാക്കണം, ക്രൈസ്തവ ദർശനം അനുസരിച്ച് ദൈവം ഏകനാണെങ്കിലും ഏകാകിയല്ല. ഒരു ദൈവമേ ഉള്ളൂ എങ്കിലും അതിൽ 3 വ്യക്തികളുണ്ട്, അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ വ്യക്തിയായ യേശു മനുഷ്യനായി പിറക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത് പിതാവായ ദൈവത്തെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വാദം പൂർണ്ണമായും നിലംപരിശായിരിക്കുകയാണ്.